ലിനിയുടെ മരണത്തിന് ശേഷം ലിനിക്ക് പകരം നിന്നല്ല എൻ്റെ ഭാര്യയായി പ്രതിഭ എത്തിയിട്ടുണ്ട്. ലിനിയുടെ മരണത്തിന് ശേഷം ലിനി എന്നത് ഒരു എനിക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്തൊരു വ്യക്തിത്വമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഈ ഒരു മാരേജ് പ്രപ്പോസൽ ആദ്യം വെച്ചത് ആരായിരുന്നു? മാരേജ് പ്രപ്പോസൽ ശരിക്കും മുന്നോട്ട് വെച്ചത് ഞാൻ തന്നെയാണ്. ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കല്യാണം ആൾക്കാർ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും, ആൾക്കാർ എന്ത് രീതിയിലാണ് ഞങ്ങളെ കാണുക, ഇത്രയും മക്കളുണ്ടായിട്ട് അല്ലെങ്കിൽ പല ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ലിനി മരണപ്പെട്ടതിന് ശേഷം ഇയാൾ എന്തുകൊണ്ട് വേറെ കല്യാണം കഴിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ലിനി സിസ്റ്റർക്ക് എങ്ങനെയാണോ സൈഷയുടെ ഒരു പാർട്ണർ കൊടുക്കേണ്ട സ്നേഹം കൊടുത്തിട്ടുണ്ട്, അത് തന്നെയാണ് എനിക്കും തരിക. കാരണം അവരുടെ അതേ പാർട്ണർ തന്നെയായിട്ടാണ് വന്നത്. ഹോം നേഴ്സ് വന്ന പോലെ മക്കളെ നോക്കാൻ ആ രീതിയിലേക്ക് നമ്മൾ കണ്ടില്ല, അത് ഈ ആൾക്കാരാണ് ഉണ്ടാക്കിയത്. അവർ ചിന്തിക്കുന്ന രീതിയിൽ അല്ലാണ്ടാകുമ്പോഴാണ് ഇവൾ അഭിനയിക്കുകയാണ്, ഇതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ഞങ്ങൾ ചില വീഡിയോയിലൊക്കെ ഞാനും പ്രതിഭയും കുറച്ചൊരു റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ, ലിനിയോട് ഇങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. ഞാൻ ലിനിയോട് കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ലിനിയോട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരത് കണ്ടിട്ടാണോ പറയുന്നത്? സാധാരണ ഒരു രണ്ടാനമ്മ അല്ലെങ്കിൽ രണ്ടാനച്ഛൻ എങ്ങനെയാണോ സമൂഹത്തിൽ പോകേണ്ടിരുന്നത് അതുപോലെ പോവാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നെഗറ്റീവ് കമന്റ് വരുന്നത്. ഇവര് മൂന്നാളുമാണ്, ശരിക്കും പറയുകയാണെങ്കിൽ ഇവര് മൂന്നാളാണ് നമ്മളെ ശക്തി എന്ന് പറയുന്നത്. കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് സിസ്റ്റർ ലിനിനെ മറക്കാനൊന്നും പറ്റില്ല, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സിസ്റ്ററിന്റെ ഫാമിലിയാണ്. വെൽക്കം ടു ദി ഷോ. ചേട്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിനി സിസ്റ്റർ അങ്ങനെ ആർക്കും മറക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു എല്ലാ മലയാളികളുടെ മനസ്സിലും ഉണ്ട്. ഇപ്പോൾ പുതിയൊരു വിശേഷം അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു ഫാമിലിയും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതെ, ലിനിയുടെ മരണത്തിന് ശേഷം ലിനിക്ക് പകരം നിന്നല്ല എൻ്റെ ഭാര്യയായി പ്രതിഭ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അത് മാത്രമല്ല, പ്രതിഭ എന്ന് മാത്രമല്ല, ഇപ്പോ രണ്ടു മക്കള്, ഇപ്പോ സിദ്ധാർത്ഥ, ഞങ്ങളുടെ ഇളയ സന്തതി സിദ്ധാർത്ഥ, അതേപോലെ ഋതുൽ, പിന്നെ ഞങ്ങളുടെ മൂത്ത സന്തതിയായ ദേവപ്രിയ. ഇപ്പൊ ഈ 5 പേരാണ് ഞങ്ങളുടെ ലോകം. ഇത് ശരിക്കും വലിയൊരു എന്താ പറയാ, ഇങ്ങനൊരു 5 ഫാമിലി ഇത്രയും സന്തോഷത്തോടു കൂടെ കൊണ്ടുപോകാനുള്ള ആ ഒരു ഘട്ടത്തില് അപ്പൊ ആ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ കൊടുക്കാൻ എനിക്ക് എന്തുകൊണ്ടും അർഹയായിട്ടുള്ളത് പ്രതിഭ തന്നെയാണ്. അത് ഞാൻ ഈ സമയത്ത് തന്നെ എനിക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ശരി. ഈ ഒരു 5 പേരെയും ഒന്നിച്ച് നല്ലൊരു രീതിയിൽ നല്ലൊരു കുടുംബമായിട്ട് കൊണ്ടുപോകാനുള്ള പറ്റുന്നത്, കാരണം ഞാൻ ഒരുപാട് ആ രീതിയിലേക്ക് എത്താന്നുള്ളൊരു വലിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ എത്താൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പ്രതിഭയാണ്. അങ്ങനെ ചേച്ചി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയാ നോട്ടീസ് ചെയ്ത് മക്കളെ അല്ലേ, എല്ലാ കാര്യം ടേക്ക് കെയർ ചെയ്യുന്ന ഒരു അമ്മയാണ്. അങ്ങനെയാണോ ശരിക്കും? ആണ്. അമ്മയെ ഭയങ്കര ഇഷ്ടമാണോ? അമ്മ എങ്ങനെയാണ് ശരിക്കും വീട്ടില്? നല്ല പണികളൊക്കെ ചെയ്യും. അമ്മ പഠിപ്പിക്കാറൊക്കെ ഉണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് അമ്മ ടേക്ക് കെയർ ചെയ്യുന്നത്? ഭയങ്കര ഷൈ ആയിട്ടിരിക്കാന്ന് തോന്നുന്നുണ്ട്. പ്രതിഭ ചേച്ചിയിലേക്ക് വരികയാണെങ്കിൽ 2 ആൺമക്കളെ കൂടാതെ ഒരു മകളും കൂടെ ഉണ്ട്. അപ്പം മക്കളെ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഇതാണ് സൈഷേട്ടൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ. ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്റെ മൂത്ത മകളാണ്. അപ്പൊ നമുക്ക് കുറെ പേർക്ക് എന്താ അറിയില്ലാതുണ്ട്, കാരണം കൂടുതൽ ഈ മക്കളെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ മകളിലേക്ക് എത്തുമ്പോൾ മകളുടെ വിശേഷങ്ങളും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പൊ ദേവപ്രിയ ഇപ്പോ +2 പാസ്സായിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോ ഞങ്ങളുടെ മോളുടെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മോളെ ഒരു നേഴ്സാക്കി മാറ്റണം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോ +2 കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് മോളെ പറ്റി പറയാം. പിന്നെ അത് മാത്രമല്ല, മോള് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്ന സമയത്ത്
ശരിക്കും ഇവർക്ക് രണ്ടുപേർക്കും ഒരു മൂത്ത ചേച്ചി എന്നതിലുപരി അവരെ കൂടെ ഒന്നിച്ച് നിന്ന് അവരെ ഒക്കെ ഒരു വീട്ടിൽ നമ്മളെന്താ പറയാ ഒരു വീട്ടിലെ അംഗത്തെ രീതിയിൽ നിന്ന് മാറി ഒരു മൂത്ത കുട്ടി എന്നുള്ള രീതിയിൽ അവരെ എല്ലാ കാര്യങ്ങളും പഠിത്തത്തിലാണെങ്കിലും അവരെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷമുള്ളൊരു കേസ് തന്നെയാണ്. കാര്യമാണ്. അനിയന്മാരെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? എങ്ങനെയാണ് അനിയന്മാര്? കാരണം ഭയങ്കര ഷൈ ആയിട്ടിരിക്കുക രണ്ടുപേരും. എങ്ങനെയാണ്? ഇല്ല, കുറച്ച് കുറുമ്പൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. അല്ല, നമ്മളിപ്പോ ഇതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ജെന്റിൽമാൻ ആയിട്ട് ഇരിക്കുന്നല്ലോ, അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ആള് ശരിക്കും. ഓക്കെ, ഇപ്പൊ നഴ്സിംഗ് പഠിക്കണമെന്ന് പറഞ്ഞല്ലോ, എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറഞ്ഞു. ശരിക്കും ആ ഒരു ഇതിലേക്ക് എത്താൻ എന്തുകൊണ്ടാ, എങ്ങനെ മകളെ ഇങ്ങനെ നഴ്സ് ആക്കണം എന്നുള്ള രീതിയിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല, എന്തുകൊണ്ടാണ് അതിലേക്ക് എത്തിയത്? ആ ആഗ്രഹം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ദേവു ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായി +1 ചേരുന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നേഴ്സ് ആക്കണം എന്നുള്ളത്. പക്ഷെ ഞാൻ ഒരിക്കലും അത് മകളോട് പറഞ്ഞിട്ടില്ല. മകൾക്ക് തന്നെ തോന്നിയിട്ട് വരട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. അതിന്റെ ഉത്തരം അവൾ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ആ ഒരു ഇതിലേക്ക് എന്താ പറയാനുള്ളത്? ശരിക്കും അത് അങ്ങനെ എന്താ പറയാ, എനിക്ക് തന്നെ തോന്നിയത് എനിക്ക് അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തോന്നി നഴ്സ് ആവണം എന്നുള്ള ഒരു ആണ്. അപ്പം അത് ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെ മനസ്സിലും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മൾ എവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ സിസ്റ്ററിന്റെ ഒരു ഫ്രെയിം, ഒരു ഹാപ്പി ഫ്രെയിം അവിടെ ഉണ്ടാവും. ആ ഒരു പ്രസൻസ് വലുതാണ്. നമ്മളൊരു സിസ്റ്റർ ഒരു മാലാഖയായിട്ട് വരട്ടെ, അതിങ്ങനെ ആദ്യം കൊണ്ട് പറയാനാണ്. അപ്പൊ അതേപോലെ ഒരു മാലാഖയാണ് നമ്മളെ വിട്ടു പോയത്. ശരിക്കും ലൈഫിൽ ഏറ്റവും മക്കൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇപ്പോഴും അറിയാലോ, അവർക്ക് ആ ഒരു മിസ്സിങ് ഇപ്പോഴും ഉണ്ടായിരിക്കും. ശരിക്കും സിസ്റ്ററിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ഓർമ്മകൾ എന്തൊക്കെയായിരിക്കും സച്ചിന് പറയാനുള്ളത്? എന്തൊക്കെയായിരിക്കും ഓർമ്മകൾ എന്ന് പറയുന്നത്? സിസ്റ്റർ ലിനി ഒരു സാധാരണ ഒരു നേഴ്സ് എന്നതിലുപരി ആ ജോബിനോട് വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അത് കാരണം നമ്മൾ ത്രൂ ഔട്ട് ആ സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയായിരുന്നു ചെയ്തത്. ഇപ്പം മക്കളെ കേസിലാണെങ്കിലും ഇപ്പം ഞാനുള്ള സമയത്ത് എന്നെ നോക്കുന്ന കേസിലാണെങ്കിലും ഒക്കെ ആ ഒരു ഡെഡിക്കേറ്റഡ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ലിനിയുടെ മരണത്തിന് ശേഷം പലപ്പോഴും ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു നേഴ്സ് എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ എല്ലാ ഘട്ടങ്ങളിലും പോയിട്ടുള്ളൊരു രീതിയിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ലിനിയുടെ മരണത്തോടടുക്കുന്ന സമയത്ത് ലിനി ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അതാണല്ലോ ശരിക്കും ലിനിയെ മാലാഖ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുന്ന ആ ജോബിനോടുള്ള ഒരു ഡെഡിക്കേഷൻ തന്നെയാണ്. അപ്പം ആ ഒരു ഓർമ്മയാണ് ശരിക്കും ലിനിയുടെ. ഇപ്പോഴും ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ലിനിയുടെ മരണത്തിന് ശേഷം ലിനി എന്നത് ഒരു എനിക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്തൊരു വ്യക്തിത്വമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഞങ്ങളിപ്പോഴും കാണുന്നത് ഞങ്ങളുടെ എൻ്റെ ഭാര്യയായിരുന്നു. ആ ഭാര്യയായിരുന്നു എന്ന് പറയുന്ന ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു അത്രയും ഒരു വ്യക്തിത്വം ഉള്ള ഒരാളുടെ കൂടെ കുറച്ചു കാലം ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴുള്ളൊരു ആശ്വാസം പറയുന്നത്. പക്ഷെ അതിനുശേഷമാണ് ഇപ്പോൾ എൻ്റെ മരണത്തിന് ശേഷം ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞങ്ങളുടെ ഈ പുതിയ ലൈഫിലേക്ക് എത്തിയ സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും ഒരു ദൈവമായിട്ട് അവൾ ഉണ്ട്. അവരുടെയൊക്കെ ആ ഒരു എന്താ പറയാ, അവിടെയൊക്കെ ഒരു പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും. ലിനിയോട് ആൾക്കാർ കാണിക്കുന്ന പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഫാമിലിയിലുണ്ട്. അതാണ് ഞങ്ങൾ ഇത്രയും ഒത്തൊരുമയോട് കൂടി തന്നെ ഈ 5 പേരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു കാരണമൊക്കെ ലിനിയുടെ ആ ഒരു വ്യക്തി മഹത്വത്തിന്റെ ഒരു ബാക്കിപത്രം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം പ്രതിഭ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും, A to Z എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോ ഈ ഒരു മാരേജ് പ്രപ്പോസൽ ആദ്യം വെച്ചത് ആരായിരുന്നു? മാരേജ് പ്രപ്പോസൽ ശരിക്കും മുന്നോട്ട് വെച്ചത് ഞാൻ തന്നെയാണ്. അതിലേക്ക് എത്തിപ്പെടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഒരു വളരെ അവിചാരിതമായിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഒരു പ്രോഗ്രാം എന്നല്ല, ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോഴിക്കോട് വെച്ചിട്ടാണ് പ്രതിഭയെ അവളുടെ കോളേജിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആദ്യമായിട്ട്.
അതിനുശേഷം ജസ്റ്റ് അത് സാധാരണ അന്ന് സജീഷ് എന്ന് പറയുന്ന ലോകം മൊത്തം അറിയുന്ന ഒരു രീതിയിലായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരാൾ വന്ന് എന്നോട് സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അന്ന് ജസ്റ്റ് ഒരു സംസാരം മാത്രമാണ്. പിന്നീട് ഞങ്ങൾ ഫേസ്ബുക്കിൽ കൂടെ തന്നെ ഫ്രണ്ട് ലിസ്റ്റിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. പിന്നെയാണ് പ്രതിഭയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത്, പ്രതിഭ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ എന്തോ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നി ഇതാണ് എൻ്റെ മക്കൾക്കും അല്ലെങ്കിൽ പ്രതിഭയുടെ ലൈഫിനും എൻ്റെ ലൈഫിനും പറ്റിയൊരു ഇടം എന്ന് പറയുന്നത് ഇതായിരിക്കും എന്ന് തോന്നലിലാണ്. ആദ്യം ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഓപ്പണായിട്ട് ചോദിച്ചു പ്രതിഭയോട്, നമുക്ക് ഒന്നിച്ചൂടെ എന്നുള്ളത് ചോദിച്ചു. അതിൻ്റെ ആൻസർ കിട്ടാൻ ഒരുപാട് സമയമെടുത്തു. കാരണം ഒന്ന് എൻ്റെ 2 മക്കൾ, പിന്നെ അതുപോലെ മോള്, ആ സമയത്ത് ഒരു 14 വയസ്സായ മോള്. ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ പ്രതിബന്ധങ്ങളൊക്കെ മറികടന്ന് ആ ഒരു തീരുമാനത്തിലേക്ക് പ്രതിഭ എത്തിയ ഒരു കാര്യം പ്രതിഭ എന്ന് പറയാം. പ്രതിഭ ചേച്ചി പറഞ്ഞു എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് എത്തി? കാരണം നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. ഫ്യൂച്ചർ എങ്ങനെയാവും, ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. എതിർപ്പുകൾ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും ഉണ്ടായിരുന്നു ശരിക്കും പറയാം. സൈഷറിന്റെ സൈഡിൽ നിന്നായാലും എൻ്റെ സൈഡിൽ നിന്നായാലും. പിന്നെ നമ്മളെ ഫാമിലിനേക്കാളും നമ്മൾ രണ്ടാളും നോർമലി ഒരു മാരേജ് കഴിക്കുന്ന ഒരു രീതിയിലല്ല ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെ മുന്നിൽ ഓൾറെഡി നമ്മളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ആടെ ഒരു പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഇത് മാത്രം നോക്കിയാൽ മതിയല്ലോ. പക്ഷെ നമ്മളെ കേസിലാവുമ്പോൾ 2 കൂട്ടരും, ഇവിടെ 2 പേരുണ്ട്, ഇവള് കുറച്ച് വലിയ കുട്ടിയാണ്. അപ്പോൾ ഇവരെ 2ആളെയും കൂടി ഇവർക്കെല്ലാം ആപ്റ്റായ രീതിയിലാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് ഇവളോട് തന്നെയാണ്. കാരണം ഇവള് കൂടാതെ വേറെ ആരെ സമ്മതം കിട്ടിയിട്ടോ എനിക്കൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ മോളോട് ചോദിച്ച സമയത്ത് ആളെ സംഭവം സജീഷേട്ടനൊക്കെ ആ സമയത്ത് അത്രയും അറിയുന്നതിനെ കൊണ്ട് അറിയാം. പക്ഷെ ഇവരെ കാര്യങ്ങളൊന്നും നമ്മളെ അത്ര ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അറിഞ്ഞൂടാ. നിപ്പേന്റെ കാര്യങ്ങളൊന്നും അത്ര ഏജ് അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇവള് ഓരോ കാര്യങ്ങളെല്ലാം ഫോണിലും ഞാൻ ഇന്ന ആളാണ്, ഇന്ന കാര്യങ്ങളാണ്, ഇവരുടെ അമ്മ ഇതാണ്, ഇതൊക്കെയാണ് സംഭവം, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പിന്നെ അവൾക്ക് എന്താ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ശരിക്കും ഫാമിലി പരമായ ഒരു ഇമോഷൻസ് ഉള്ള കൂടുതലുള്ള ആൾക്കാരാണ്. മോളും പെട്ടെന്ന് അറിയും, ഞാനും പെട്ടെന്ന് അറിയാം. ടോട്ടലി ഒരു എപ്പോഴും അങ്ങനെ തന്നെ, അത് ഇവർക്കൊക്കെ അറിയാം. അപ്പോൾ അവള് പെട്ടെന്ന് അമ്മയെ ഒക്കെ ഭയങ്കര സമ്മതമായിരുന്നു. കാരണം നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലം അത്രയും സുരക്ഷിതമാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. കാരണം സജീഷേട്ടനെ പോലുള്ള ഒരാളെടുത്തല്ലാതെ എനിക്ക് ഇത്ര ഏജായ ഒരു കുട്ടിയെയും കൊണ്ട് കയറി ചെല്ലുമ്പം ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ആടെ സെക്യൂരിറ്റി തോന്നണം. അവിടെയാണ് ഏറ്റവും എൻ്റെ വിജയം. ബാക്കി ഓക്കെ കാരണം അറിയാലോ, ഇത്രയും വലിയൊരു മോളെയും കൊണ്ട് ചെല്ലുന്നതെന്ന് ഒരാളെ എടുത്താകുമ്പോൾ അപ്പം എനിക്കത് 100% വിശ്വാസമായിരുന്നു. അപ്പോൾ അത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പിന്നെ നമ്മൾ കല്യാണം ഉറപ്പിച്ചിട്ട് നമുക്ക് നല്ലൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളത് ഈ സംഭവം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ അവതരിപ്പിച്ച് ഈ ഒരു ഉറപ്പ് കൊടുക്കൽ എന്നുള്ളൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ ആ ഉറപ്പ് കൊടുക്കലിന് ശേഷം ഒരുപാട് സമയം കിട്ടി. ആ സമയത്ത് പ്രതിഭയുടെ അമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് അമ്മ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് കല്യാണം എന്നുള്ള രീതിയിൽ വെച്ചാൽ മതി. ആ 1 വർഷം ശരിക്കും ഞങ്ങൾക്ക് വളരെയധികം അടുത്തറിയാൻ പറ്റി. മാത്രമല്ല മക്കളായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരുപാട് സമയം കിട്ടി. അപ്പം നല്ല രീതിയിൽ എന്താ പറയുക, ഒരു 1-2 മാസം കൊണ്ട് തന്നെ മക്കള് 2 പേരും അമ്മ എന്ന് വിളിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി. പിന്നീട് എല്ലപ്പോഴും ആ അമ്മ എന്നുള്ള, പലപ്പോഴും ഞങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അമ്മ എന്നുള്ള രീതിയിൽ ആ ഒരു അറ്റാച്ച്മെന്റ് വരുത്തിയെടുക്കണം. ഞങ്ങൾക്കും അത് നല്ല രീതിയിൽ ഇതായി. ഇപ്പൊ മോളാണെങ്കിലും എൻ്റെ അടുത്ത് ഇടപെടുന്ന സമയത്തും അതുവരെ നമ്മൾ സംസാരിക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ ഗ്യാപ്പൊക്കെ ആ 1 വർഷം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം മാറി കിട്ടി. മോള് എന്താ പറയുക, അത്രയും അടുത്ത് ഇടപഴകാൻ തോന്നി. എനിക്ക് മോളോട് ചീത്ത പറയാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന. അപ്പൊ അത്രയും ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ഈ 5 പേര് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ആ 1 വർഷം. അതിനുശേഷമാണ് ഞാനിത് ശരിക്കും ആ 1 വർഷം ആയ സമയത്താണ് ഞാൻ പ്രതിഭയെ കല്യാണം കഴിക്കുന്നുള്ള രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്.
അന്നേരമാണ് നാട്ടുകാർ അറിയുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു പോസ്റ്റ് ഭയങ്കര രീതിയിൽ വൈറലായിട്ടുണ്ട്. ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട്, ഒരുപാട് പേര് വിമർശനത്തോടെ വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മളൊരാളെ ഫ്യൂച്ചറിൽ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം തീരുമാനമാണ്. പക്ഷെ അത് ഇങ്ങനെ സർക്കിൾ ചെയ്ത് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക്, കാരണം 2-3 മക്കളുണ്ട്, അപ്പൊ അവരൊന്ന് സെക്യൂർ ചെയ്ത് വെക്കേണ്ടത് നിങ്ങളുടെ പാരന്റ്സ് എന്നുള്ള നിങ്ങളുടെ ഒരു അവകാശമാണല്ലോ. അപ്പം ആദ്യം ഒരു കല്യാണം എന്ന രീതിയിൽ വരുമ്പോൾ മക്കൾക്ക് ഒരു പേര് ദോഷം അല്ലെങ്കിൽ മക്കൾക്ക് ഒരു ഇത് എഫക്ട് ചെയ്യുന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വർഷം കൊണ്ട് ശരിക്കും വലിയൊരു മാറ്റം തന്നെ ഉണ്ടായി. കാരണം കല്യാണം എന്ന രീതിയിൽ എന്തായാലും ഞങ്ങൾക്കൊരു മനസ്സിൻ്റെ ഉള്ളിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കല്യാണം ആൾക്കാർ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും. ഞങ്ങൾ രണ്ടാളും ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് മാലയിടുന്ന സമയത്ത് ആൾക്കാർ എന്ത് രീതിയിലാണ് ഞങ്ങളെ കാണുക, ഇത്രയും മക്കളുണ്ടായിട്ട്, അല്ലെങ്കിൽ പല ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ കരുതിയെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു നല്ല ലൈഫിൽ ജീവിച്ച് പെട്ടെന്ന് ലിനി മരണപ്പെട്ടതിന് ശേഷം ഇയാൾ എന്തുകൊണ്ട് വേറെ കല്യാണം കഴിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങൾ ഈ മക്കളെ എല്ലാ കാര്യങ്ങളും മക്കളെ സ്നേഹിച്ച് മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏട്ടൻ ഏച്ചി എന്നുള്ള രീതിയിൽ ഒക്കെ പോയ സമയത്ത് അന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഈ മക്കള് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. മക്കള് കല്യാണത്തിന്റെ ആ സമയത്ത് മക്കളെ കൈയും പിടിച്ചിട്ടാണ് ഞങ്ങൾ ആ മാല ഇടുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. മക്കളെ കൈ പിടിച്ച് അമ്പലം ചുറ്റുന്ന സമയത്ത് ഈ 3 പേരെയും ഞങ്ങൾ കൈ പിടിച്ചിട്ടാണ് നടന്നത്. അത് ഞങ്ങൾക്കൊരു അത് വേണമായിരുന്നു. ഞങ്ങളെ കല്യാണം കഴിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ചാണെന്നുള്ള രീതിയിൽ കാണിക്കണമായിരുന്നു. അപ്പോൾ അത് ശരിക്കും അത് തന്നെയാണ് പല ആൾക്കാരും അത് ഏറ്റെടുത്തതും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഇന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇന്നും ഉണ്ടാവും. അത് ഷുവറായിട്ട് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ദാമ്പത്യം കൊണ്ടുപോകുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാർ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ളത് അല്ലേ. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങുമ്പോൾ തന്നെ ഇതിന്റെ അടിയിൽ ഒരുപാട് ചോദ്യം അങ്ങനെയാണ്, ഉത്തരം അങ്ങനെയാന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഒരു ഹാപ്പി ഫ്രെയിമാണ് ശരിക്കും. നമുക്കിത് ഇവിടെ വരുമ്പോഴാണ് ശരിക്കും അത് മനസ്സിലാവുക. ഇവരുടെ ആ ഒരു ബോണ്ടിങ് നമുക്ക് ശരിക്കും മനസ്സിലാവാൻ പറ്റുന്നതാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഒരുപാട് എനിക്ക് തോന്നുന്നു നിങ്ങൾ പബ്ലിക് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട് ഇതിന് മുന്നേ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞതാണ് അല്ലേ. അപ്പം ഇനി മക്കളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവര് കുഞ്ഞിതായിരുന്നു, എനിക്ക് തോന്നുന്നു ചെറുതിലായിരുന്നല്ലോ കാരണം മാരേജ് കൊണ്ടുവരുമ്പോഴത്തേക്ക്. അപ്പം പ്രതിഭ ചേച്ചിക്ക് എങ്ങനെ ഒരു അമ്മ എന്ന രീതിയിൽ അവരെ ഒരു കൺസേൺ ഉണ്ടാവുമല്ലോ, എങ്ങനെയായിരുന്നു അവരെ ട്രീറ്റ് ചെയ്തോണ്ടിരുന്നത്? ഇതിപ്പോ സൈഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇതൊരു പ്രപ്പോസലൊക്കെ വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ളവരും കൂടെ പറഞ്ഞിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് മക്കളെ എന്നോട് പെരുമാറുക എന്നല്ല, ഞാൻ മക്കളോട് എങ്ങനെ ഇടപെടുക എന്നുള്ളതിൽ ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വലിയൊരു ദൗത്യമാണ് ഏറ്റെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പക്ഷെ ഈ ഒരു കൊല്ലം എന്ന് പറയുന്നത് കുഞ്ഞാണ് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിൽ എന്നെ കണ്ടത്. അപ്പോൾ ഇവനിപ്പോഴും പറയാതെ അപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ട് അമ്മേനെ കണ്ട സ്ഥലം അത് എന്ന് പറയും. അപ്പോൾ അന്ന് ആ സമയത്തൊട്ട് പിന്നെ എനിക്ക് ഇവരെ അന്നും ഇന്നും ഇവര് പുറത്തുള്ള ഒന്ന് ആ രീതി തോന്നിയിട്ടേ ഇല്ല. അത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിഞ്ഞൂടാ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഓരോട് തന്നെ ചോദിച്ചാൽ അറിയാം. അപ്പോൾ ഞാൻ എല്ലാ പോലെ സാധാ പോലെ തന്നെ പെരുമാറി. പിന്നെ കല്യാണം കഴിച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ യൂഷ്വലി അതുമായിട്ട് ഒരു കുഴപ്പമില്ല. അവര് നമ്മളെ 3 മക്കൾ എന്നുള്ള രീതിയിൽ വഴക്ക് പറയും. അതുപോലെ തന്നെ നല്ല രീതിയിലും എല്ലാം നമ്മളെങ്ങനെ ഒരു സാധാരണ നമ്മൾ മക്കളോട് പെരുമാറുന്നോ ആ രീതിയിലൊക്കെ ആയിരുന്നു എനിക്ക്. പക്ഷെ കാണുന്നവരും അല്ലാത്ത എല്ലാ ആൾക്കാരൊക്കെ അവള് വലിയൊരു കാര്യം ഏറ്റെടുത്ത് എൻ്റെ അമ്മയെ അവളെങ്ങനെയാ ഇവരെങ്ങനെ കൊണ്ടുപോവുക, എങ്ങനെയാ ഈ മക്കളെയും കൊണ്ടുപോവുക, ഇപ്പോഴും ചോദിക്കുന്ന പോലെ ഉണ്ട്. എനക്കൊന്നിനും പറ്റുണ്ടാവില്ല, അല്ല ഇതെന്തോ ഒരു ബാധ്യതയല്ലേ തലയിലെടുത്ത്. അങ്ങനെ അമ്മക്ക് ഇതുവരെ ഞാനിപ്പോൾ സഹിച്ചു എന്താ ഇവലീ പറയും. പിന്നെ എനിക്ക് കമന്റ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, ചിലപ്പോൾ ഇതായിരിക്കും ഒരു ഉദ്ദേശിച്ചത്. എന്തെന്ന് വെച്ചാൽ എന്ത് നല്ല ചെയ്യുമ്പം ചീത്ത ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയുമല്ലോ. പക്ഷെ നമ്മളെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവമേ തോന്നിയില്ല. നമ്മള് സാധാരണ ഞങ്ങള് കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തമ്മിൽ എന്താണോ അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ പ്രതിഭയെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തിരിച്ച് എന്നെയും പ്രതിഭ സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് ആ സ്നേഹം പ്രതിഭയ്ക്ക് മക്കളോടും കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ശരിക്കും പലപ്പോഴും ഇനി 2ാം കെട്ട് എനിക്കത് ആരോടെങ്കിലും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങോട്ട് ഒരു അഭിപ്രായം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. പക്ഷെ ഒരു 2ാം കെട്ട് കെട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു മക്കളുണ്ടെങ്കിലും അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിലും അവരെ കൺസേൺ മാത്രമല്ല,
നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വൈഫിനോട് അല്ലെങ്കിൽ നമ്മളെ വൈഫ് എങ്ങനെയാണോ നമ്മളെ ഇഷ്ടപ്പെടുന്നത്, ആ ഒരു ഘട്ടത്തിൽ നമ്മൾ വളരെ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും നമ്മളെ കൂടെ ഉള്ള മക്കളും ഒക്കെ ആ സന്തോഷം അനുഭവിക്കും. അതിൻ്റെ തന്നെയാണ്. കാരണം ഞാൻ വന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല എന്താ പറയുക മക്കളോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അയ്യോ അവളെന്തിനാ അങ്ങനെ പറയുന്നത്, ആ ഒരു ചിന്ത മനസ്സിൽ വരാത്ത എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ഇപ്പം പ്രതിഭ എന്താണ് മക്കൾക്ക് ചെയ്യുന്നത് അതെനിക്കറിയാം. തിരിച്ചും അതേപോലെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് അപ്പം ഇപ്പം മകളോടാണെങ്കിൽ എന്താ പറയുന്ന സമയത്ത് എനിക്ക് വേറൊരു ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവൾ ചീത്ത പറയുന്ന സമയത്ത് ഞാനൊരു ഒരിക്കലും പ്രതിഭയുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ല മകളെ ചീത്ത പറയാം. അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ മൂത്ത മോളുണ്ടെങ്കിൽ മൂത്ത മോള് ചെയ്യേണ്ട കാര്യങ്ങൾ അവൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചീത്ത പറയും. ഒരുപാട് ചീത്ത കിട്ടാറുണ്ടോ? ഏറ്റവും കൂടുതൽ ചീത്ത കിട്ടുന്ന എന്തിനാ? ഏറ്റവും കൂടുതൽ അതെ, സാധാരണ നമ്മൾ എന്താണ് വീട്ടിലുണ്ട് ഒരു സമയത്ത് കഴിഞ്ഞാൽ പഠിച്ചില്ലെങ്കിൽ ചീത്ത പറയും. അത് മൂന്നാളും ഒരുപോലെ തന്നെയാണ്. പഠിച്ചില്ലെങ്കിൽ ചീത്ത പറയും. അത് പൃഥ്വിന്റെ അടുത്താണെങ്കിലും കിട്ടും, എന്റെ അടുത്താണെങ്കിലും കിട്ടും. അപ്പം രണ്ടുപേരുടെ നല്ലോണം കിട്ടാറുണ്ട് അല്ലേ? കിട്ടാറുണ്ട്. ഇപ്പം പഠനകാര്യമാകുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുള്ളത് കൊണ്ടല്ലേ അച്ഛനിങ്ങനെ ചീത്ത പറയാറുള്ളത്? ഞാൻ ഇതിലെ കൂടെ കേട്ട് ഇതിലെ കൂടെ കളയും അല്ലേ? ആണ് അങ്ങനെ. അപ്പൊ ഈ കല്യാണം വന്ന സമയത്ത് സിസ്റ്ററിന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയായിരുന്നു പ്രതികരണം? എങ്ങനെയായിരുന്നു കല്യാണം? ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ സമയത്ത് ലീനയുടെ വീട്ടിൽ തന്നെയായിരുന്നു താമസവും കാര്യമൊക്കെ. അപ്പൊ കല്യാണത്തിന്റെ അടുപ്പിച്ച് ഇവരുടെ ഫാമിലിയിൽ തന്നെയാണ് ആദ്യം അറിയിച്ചത് പ്രതിഭയായിട്ട് കല്യാണം കഴിക്കണം. അപ്പോൾ ആർക്കും അത്ര ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവർ ഉറപ്പ് കൊടുത്തു. ഒരു വർഷത്തെ സമയമുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ അന്നേരം വിചാരിച്ച് ഞങ്ങളായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള സമയം മാക്സിമം എങ്ങനെ അതിന്റെ സമയങ്ങൾ കണ്ടെത്തുക കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം അവരോട് കൂടി ആലോചിച്ചിട്ടാണ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ കല്യാണത്തിലേക്ക് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു കല്യാണത്തിലൂടെ എത്തുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ടുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാകും. അത് ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു 5 പേരെ ഒന്നിച്ച് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട്. കാരണം 2 മക്കള്, മോള്, പിന്നെ എന്നെ എങ്ങനെ ആദ്യം അക്സെപ്റ്റ് ചെയ്ത് തരണം, മക്കളെ അക്സെപ്റ്റ് ചെയ്ത് തരണം. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അടുപ്പിച്ച് കുറേ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ ഞാൻ ആ വീടിൽ നിന്ന് ശേഷം ഒരു വാടക വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം നടത്തേണ്ടായത്. പിന്നീട് എന്താ പറയുക, അവരെ ഫാമിലി ആയിട്ട് വരുന്നില്ല, ഇന്ത്യയുടെ ഫാമിലി ആയിട്ട് ഞങ്ങളുടെ അമ്മ അതിന് കൂടി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അറിയാലോ, ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ എത്രയായാലും മകളെന്നുള്ള രീതിയിൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ആ വീട്ടിൽ നിന്ന് മാറി അവർ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോയത്. ഞങ്ങൾ ഒരു കുടുംബമായിട്ട് ഞങ്ങളൊരു വാടക വീട്ടിലായിരുന്നു. ആ സമയത്തും അവരെ നാട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ വേണമെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വാടക ഏരിയയിലേക്ക് മാറി വന്നത് അല്ലേ? ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് 5 പേരും അങ്ങ് പോവാണ്. എനിക്ക് തോന്നുന്നു 2 പേരും വർക്ക് ചെയ്യാണ്. എന്താ ചെയ്യുന്നത്? പ്രതിഭ ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാന് ടീച്ചറാണ്. അതാണ് ഈ ഇടയ്ക്കിടയ്ക്കുള്ള ശകാരങ്ങൾക്ക് കേൾക്കുന്നത് അല്ലേ? ടീച്ചറിന്റെ ആ ഒരു സ്ട്രിക്റ്റ് ഉണ്ടോ? അമ്മ ടീച്ചറിനെ പോലെയാണോ മോനെ? നല്ല സ്ട്രിക്റ്റ് ആണോ? വഴക്ക് പറയും അല്ലെ? പഠിക്കാനല്ലേ വഴക്ക് പറയുന്നത്? എന്നാലും പഠിക്കുവോ? എത്രയെന്ന് പറയാനും ടീച്ചറിന്റെ ഒരു സ്വഭാവമൊക്കെ വീട്ടിൽ കാണിക്കാറുണ്ട് അല്ലേ? എനിക്ക് വേറൊന്നുമില്ല, എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആണ്. അങ്ങനെയല്ല, ഇവരിപ്പോ ഒന്നുമില്ല, ഓന്റെ ഓക്കെ ഇവനും കുറച്ചൊരു സ്റ്റാൻഡായി. ഇപ്പൊ ഇവന്റെ കാര്യത്തിൽ എങ്ങനെയാവോ എന്നുള്ള ഈ ടീച്ചർമാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഈ റിസൾട്ട് വരാനാകുന്ന സമയത്തൊക്കെ അതേപോലെ ഇവന് ഇവൻ അത് പഠിക്കുവോ? അപ്പൊ ഓനോട് അറിയാം. ചിലപ്പോ രാവിലെ എണീറ്റാല് ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയോ ഇപ്പൊ നിന്ന് വായിച്ചു നോക്കി കുറച്ച് പെട്ടെന്ന് മൈൻഡിലേക്ക് പോവുകയായിരിക്കും അല്ലേ സിദ്ധു? അങ്ങനെ തന്നെ എനിക്ക് ആ ടൈമിൽ തന്നെ പഠിപ്പിച്ചെടുക്കണം, അല്ലെ പഠിക്കണം. ആ പഠിച്ചില്ലേ ഒരു ഞാൻ മോളോട് ഇങ്ങനെ പറയോ പഠിക്കുമായിരിക്കും, ഓൻ റെഡി ആകുമായിരിക്കും, അങ്ങനെയുള്ള ഒരു ആങ്സൈറ്റി കുറച്ച് കൂടുതലാണ് പൊതുവെ ടീച്ചേഴ്സിന് ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പം ഇളയ മകന്റെ കാര്യം നോക്കാൻ ഇപ്പൊ ഒരു ടീച്ചറിന് എന്തായാലും ടീച്ചറും കൂടെയാണ്, അമ്മയും പ്ലസ് ടീച്ചറും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ടൊക്കെ പഠിക്കില്ലേ? നന്നായിട്ട് പഠിക്കും. അപ്പൊ ഇനി നന്നായിട്ട് പഠിക്കോ? അല്ലെങ്കിൽ അമ്മ സ്ട്രിക്റ്റ് ആവുന്നാ പറയുന്നത്?
മൂത്ത ആളിലേക്ക് ചെല്ലുമ്പോ എങ്ങനെയാണ് പഠന അവൻ ശരിക്കും പറയുകയാണെങ്കിൽ ഓനാണ് ശരിക്കും ചെറുപ്പത്തിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടേ. അപ്പോൾ ആ ഒരു കുഞ്ഞുമാണ്, വീട്ടിൽ നിന്ന് കുഞ്ഞു എന്നാണ് വിളിക്കുക. അപ്പോൾ ആ കുഞ്ഞു അല്ല ഇപ്പൊ. എനിക്ക് ഭയങ്കര ഓൻ്റെ കാര്യത്തിൽ വലിയ അഭിമാനമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഓനെ കാണുമ്പോൾ ഓൻ്റെ ക്യാരക്ടറും എല്ലാ രീതിയിലും അത് ഞാൻ മാത്രം പറഞ്ഞുണ്ടാക്കിയതല്ല. എനിക്ക് പല സ്ഥലത്തുനിന്ന് അവൻ്റെ സ്കൂളിൽ പോയി കഴിഞ്ഞാലും എൻ്റെ പുറത്ത് ഇവിടെ പോയി കഴിഞ്ഞാലും കുഞ്ഞു ഒരുപാട് മാറി എന്ന് പറയും എല്ലാവരും. നല്ല രീതിയിൽ മാറ്റം വന്നു, കുഞ്ഞു നല്ല ക്യാരക്ടറായി, നല്ലൊരു ചേഞ്ചായി, അവൻ്റെ സ്വഭാവം എല്ലാം മൊത്തത്തിലൊരു ഓനൊരു ആറ്റിറ്റ്യൂഡെല്ലാം മാറി. അത് ആ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ നമ്മൾ ശരിക്കും അങ്ങനെ ഒരു റിസ്ക് ഒന്നും എടുക്കേണ്ടി വരലില്ല. കാരണം അവൻ്റെ കാര്യങ്ങൾ അവൻ ഓക്കെയാണ്, എല്ലാ കാര്യത്തിലും അവൻ്റെ. പിന്നെ എന്നോട് വന്നിട്ട് ഇങ്ങനെ പറയും അമ്മ എങ്ങനെയാന്നൊക്കെ പറയും. എന്നെ പേടിയുണ്ട്, സ്നേഹമാണ്, എല്ലാം ഉണ്ട്. അവന് പറയുകയും വേണം, അവന് എല്ലാം അനുസരിക്കുകയും ചെയ്യും. ഒരു കുഴപ്പവും നമുക്ക് ഇതുവരെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഓൻ തന്നെ ഇതാക്കിക്കോളും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടെടുത്താൽ മതി, പുഷ് ചെയ്താൽ മതി. വരികയാണെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യാണ് അല്ലെ? ഞാൻ ആരോഗ്യവകുപ്പിൽ വർക്ക് ചെയ്യാണ്, ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്. അത് ലിനിയുടെ ആ ഒരു മരണത്തിന് ശേഷം കിട്ടിയ ഗവൺമെന്റ് തന്നിട്ടുള്ള ജോലിയാണ്. ഇപ്പം ആൻസൈറ്റി കൂടുതലുള്ള ഒരു ടീച്ചറും ഒരമ്മയാണല്ലോ. അപ്പൊ ഈ കമന്റ്സ് ഒക്കെ ഇപ്പം മക്കനാണ്, അവൻ കുറച്ച് വളർന്നു വരാണ്, സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോഴേ കുഞ്ഞു പിള്ളേർക്ക് വരെ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു പേടി ഉണ്ടായിട്ടില്ലേ? അമ്മയാണ്, പക്ഷെ അവനിനി എന്താ പറയാ ഒരു സെക്കൻഡ് മദർ ആയിട്ട് കാണുന്നുള്ള ഒരു ആൻസൈറ്റി ഉണ്ടായിട്ടില്ലേ? പക്ഷേ നമ്മളെ കേസിൽ നമ്മളിവിടുത്തെ നെഗറ്റീവ് കമന്റ്സ് കംപ്ലീറ്റ് ഓൾറെഡി ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളെല്ലാവരും ഇവനാണ് ഏറ്റവും കൂടുതൽ ഉറക്കനെ വായിച്ചു തരിക. ഞാനിങ്ങനെ എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യേണ്ടത് ഫീൽ ചെയ്യാം. പക്ഷെ ഇതൊക്കെ വായിക്കുന്ന മോനല്ലേ? രണ്ടുപേരും ഇപ്പൊ ഇയാളെ ചെറുതായിട്ട് വായിച്ചിങ്ങനെ ഓക്കെ ആയി വരുന്നുണ്ട്. ഇപ്പൊ ഫ്ലുവന്റ് ആയിട്ട് വായിക്കും. അപ്പൊ ഇവര് മൂന്നാളുമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇവര് മൂന്നാളാണ് നമ്മളെ ശക്തി എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ നല്ല ധൈര്യമാണ്. ഇവിടെ ആരെന്ത് എതിർത്താലും ഇവര് നിന്നോളും മുന്നില്. അവരെ അമ്മ അച്ഛനെ എന്ത് പറഞ്ഞാലും അവര് എതിർത്തോളും. ഞങ്ങൾക്കില്ലാത്ത ആ ഒരു ടെൻഷനാണ് പുറത്തുള്ള ആൾക്കാർക്ക്. അതിപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എന്തിനാണ് അവരെങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്, എന്തിനാണ് അവരെങ്ങനെ? പക്ഷെ ഈ മക്കള് തന്നെയാണ് നിങ്ങളിരുന്ന് കമന്റ്സ് ഒക്കെ വായിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് അത് വിഷയമല്ലേ, ഒരു പ്രശ്നമില്ല. അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് പറയും. അത് കമന്റ്സ് മക്കള് വായിച്ചു കഴിഞ്ഞാല് ഇനിയിപ്പോ രണ്ടാം അമ്മ മൂന്നാ അത് ഇവനൊന്നും തീരെ അത് ഇഷ്ടമേ അല്ല കേൾക്കുന്നത്. ഓരോ പറയുന്നത് എന്താ വെച്ചാൽ അമ്മയെ നല്ലോണം തിരിച്ചു പറയണം അമ്മേ. അതെ, അവൻ പറയുന്നത് കാര്യമല്ലേ. കാരണം അവന്റെ ഒരു ഹാപ്പി ലൈഫാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്നവര് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരിപ്പോഴത്തെ ലൈഫ് നന്നായിട്ട് എനിക്ക് തോന്നിയതാണ്. എനിക്ക് തോന്നുന്നു അവര് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇവര് മൂന്നാളും കൂടി കഴിഞ്ഞാല് നല്ല ഹാപ്പിയാണ് നമ്മളെ വീട്. അല്ല ഇവരിപ്പോ ഒരാൾ തന്നെ മിസ് ചെയ്യും. ഇപ്പൊ ഇവളില്ലെങ്കിൽ ഇവര് സൈലന്റ് ആയിരിക്കും. അല്ല ഇവര് രണ്ടാളും ഇല്ലെങ്കിൽ ഇവള് ഒറ്റയ്ക്ക് എന്നാ ഇവര് വരിക എന്ന് വെച്ചിട്ടിരിക്കും. അല്ലെങ്കിൽ ഇവർ മൂന്ന് പേരും ഇല്ലേ പിന്നെ ഞങ്ങളെ നോക്കണ്ട, ഞങ്ങൾ രണ്ടാളും സൈലന്റ് ആയിരിക്കും. അപ്പൊ ഇവരാണ് നമ്മളെ ശക്തി എന്ന് പറയുന്നത്. ഇവര് മൂന്നാളുകൂടി കൂടി കഴിഞ്ഞാല് ഇപ്പൊ ഇവളെ തന്നെ നേഴ്സിങ്ങിന് തന്നെ ഇപ്പൊ ദൂരെ പോവാന്ന് പറയുമ്പോൾ ഭയങ്കര ഇതായി. കാരണം ഇതേപോലുള്ള ഒരു ബോണ്ടിങ് പിന്നെ ഉണ്ടാവില്ല. അപ്പൊ അതാണ്. അപ്പൊ ഇവർ തന്നെയാണ് എല്ലാം ഡീൽ ചെയ്യുക. ഒരു നെഗറ്റീവ് കമന്റ് ഒരു വായിക്കും. പക്ഷെ എനിക്ക് 100% ഉറപ്പുണ്ട് മലയാളം ഓൻ പറയും എന്റെ മലയാളം ഫ്ലുവന്റ് ആവട്ടെ വായിച്ചിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ കമന്റ് വായിച്ച് ഫ്ലുവൻസി വരട്ടെ എന്ന് പറയുന്നത്. രസമുള്ള കമന്റ് ആയിരിക്കും. എന്നെ അല്ലെങ്കിൽ എന്നെ പറയുന്ന കാര്യങ്ങൾ ട്രോളാൻ വേറെ ആരും വേണ്ട അല്ലേ, ഞാൻ തന്നെ മതി. അപ്പൊ ഈ സാധാരണ ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് എങ്ങനെ ഈ മക്കളിലേക്ക് ഇത് ഫീഡ് ചെയ്യാം, എങ്ങനെ മക്കൾ. പക്ഷെ നിങ്ങൾ ഫീഡ് ചെയ്തിട്ട് കാര്യമില്ല, ഇതെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇങ്ങനെ ഒരു ഫാമിലി ഭയങ്കര അസറ്റ് അല്ലേ മോന്, ഭയങ്കര ഇഷ്ടല്ലേ, പിന്നെ എന്തിനാ ഈ കമന്റ് ചോദിച്ചേ? അവരുടെ ആക്ഷൻസിലുണ്ട്. ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഈ പറയുന്ന ആൾക്കാർക്കൊന്നും വീട്ടില് ഇതേപോലെയുള്ള ആൾക്കാരുണ്ടാവില്ലേ, എന്താ കാരണം അവൻ പറയുന്നത് നമ്മളൊന്നും ഒരിക്കലും യൂട്യൂബിൽ ഒരു വീഡിയോസ് ഉണ്ടെന്ന് ഇന്ന് വരെ ഞാനൊരു കമന്റ് ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മളാരെങ്ങനെ പൊതുവെ കമന്റ് ഒന്നും ഇടാൻ ഞാനും ഇതുവരെ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അത്രയും എന്താ പറയാ ഒരു ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ അങ്ങനത്തെ നമുക്കൊരു അല്ലാതെ നമുക്കിപ്പോ ഒരാളൊരു നല്ലൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു അല്ലെങ്കിൽ ഇഷ്ടത്തില് നന്നായിട്ടുണ്ട്
അതിൽ കൂടുതൽ നമുക്ക് ഒരാളെ വ്യക്തിപരമായിട്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ തോന്നും. നമുക്ക് എവിടെയോ ഉള്ള ഒരാൾ അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ഇപ്പം ഞാനും പ്രതിഭയായിട്ട് എങ്ങനെയാണോ വീട്ടിലുള്ളത്, അല്ലെങ്കിലും മകളും സിദ്ധുവും പ്രതിഭയായിട്ട് എങ്ങനെയാണോ വീട്ടിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം പോലും അറിയാതെ വെറുതെ ഇങ്ങനെ എയറിൽ വെച്ച് സംസാരിക്കുക. അതാണ് കുഞ്ഞു മക്കളാണെങ്കിൽ കൂടി അവരെങ്ങനെ എന്താ പ്രസവിച്ച മാത്രം അമ്മയാകണമെന്നില്ല അല്ലേ, നമ്മൾ നോക്കുന്ന അഡോപ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. മാത്രല്ല ഈ എന്താ പറയാ ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ച കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കൊല്ലുന്ന എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെ ആ ഒരു ഘട്ടത്തിലാണ് ആൾക്കാർ ഈ സ്നേഹം കാണുന്ന സമയത്ത് അതിനെ നെഗറ്റീവായിട്ട് പറയുന്നത്. അതിപ്പോ രണ്ട് രീതിക്ക് പറയുന്നത് വെച്ചാല് അയ്യോ അത് ആ മക്കളെ വേറെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ വളർത്തില്ലേ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്നാൽ വളർത്തിക്കഴിഞ്ഞാൽ പറയും സ്വന്തം അമ്മയെ പോലെ ആവില്ലല്ലോ. ഇത് തന്നെയാണ് എല്ലായിടത്തും ഉണ്ടാവും. അവരെന്താ ചിന്തിക്കുന്ന വെച്ചാൽ അവര് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വരുന്നില്ല. അവര് ഇപ്പൊ സെക്കൻഡ് മദർ എങ്ങനെയാ ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ അവര് ഓക്കെ ഭയങ്കര ഇതായിരിക്കും. ഇതിപ്പോ അവര് ചിന്തിക്കുന്ന രീതിയിൽ അല്ലാണ്ടാകുമ്പോഴാണ് ഇവൾ അഭിനയിക്കുകയാണ്, ഇതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ശരിക്കും അത് എല്ലാവരും പോകുന്ന റൂട്ടിലല്ല ഞങ്ങൾ പോകുന്നത്. അതായത് ഞങ്ങളെ വിജയം എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾ തിരിഞ്ഞു നടന്നതാണ്. സാധാരണ ഒരു രണ്ടാനമ്മ അല്ലെങ്കിൽ രണ്ടാനച്ഛൻ എങ്ങനെയാണോ സമൂഹത്തിൽ പോകേണ്ടിയിരുന്നത് അതുപോലെ പോകാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നെഗറ്റീവ് കമന്റ് വരുന്നത്. കാരണം ഞങ്ങൾ അത് തിരിച്ചു നടന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്, ഞാൻ എപ്പോഴും പറയും, ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഞങ്ങൾക്കൊരു കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള ഓരോ അംഗത്തിനും ഓരോ അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മൾ കാണുന്നുണ്ട്. മകനാണെങ്കിലും മകളാണെങ്കിലും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുടുംബമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ആ കുടുംബത്തിൽ ഞങ്ങളിപ്പോൾ ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചാണോ അല്ലെങ്കിൽ എന്താ പറയുക മകള് വേറൊരാളുടെ രീതിയിലാണോ ഉള്ളതൊന്നും ഞങ്ങൾ പ്രശ്നമില്ല. ഞങ്ങൾ ഒന്നിച്ചുള്ളത് ഞങ്ങളുടെ മക്കളാണ്. അതെന്നും ഞങ്ങളുടെ മക്കളായിട്ട് തന്നെ പോകണം. ഞങ്ങൾ മുമ്പേ ഞങ്ങളെ ഫ്യൂച്ചർ ആണെങ്കിൽ ഞങ്ങൾ മുമ്പേ ഉണ്ടായിരുന്നത് എങ്ങനെയാണോ, ഞാൻ പല ആൾക്കാരും ചോദിക്കുന്നതുണ്ട്. ഞങ്ങൾ ചില വീഡിയോയിലൊക്കെ ഞാനും പ്രതിഭയും കുറച്ചൊരു റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതെ ആ റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോ കാണുന്ന സമയത്ത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ പണ്ട് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ, നിങ്ങള് ലിനിയോട് ഇങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. ഞാൻ ലിനിയോട് കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ലിനിയോട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടാണോ പറയുന്നത്? ഇപ്പോഴും എനിക്ക് പറയുന്നത്, ഞാൻ ഇപ്പം ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ ലിനിയെ എങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ ആ സ്നേഹിച്ചതിന്റെ ഏറ്റവും ബാക്കി പത്രമാണ് ആ എഴുതിയ ലെറ്റർ. അത് അത്ര രീതിയിൽ തന്നെ സ്നേഹിച്ചു. അതുപോലെ തന്നെയാണ് ഞാൻ സ്നേഹിച്ചത്. എനിക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് ഞാൻ കല്യാണം കഴിച്ച് ഔദ്യോഗികമായിട്ട് കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് എൻ്റെ ഭാര്യയാണ് പ്രതിഭ. അപ്പൊ ആ പ്രതിഭയോട് എനിക്ക് എൻ്റെ റൊമാൻറ്റിക് ആണെങ്കിലും എനിക്ക് എൻ്റെ ദേഷ്യമാണെങ്കിലും എന്ത് സങ്കടമാണെങ്കിലും എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഭാര്യയോടെ കാണിക്കാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇങ്ങനെയല്ല ഒരു ഹസ്ബൻഡ് ഇത്രയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതെ അത് വെച്ചാല് സൈഷേറിന് ആദ്യം തന്നെ തന്ന ഒരു ഇതെന്ന് വെച്ചാല് ലിനി സിസ്റ്റർ സ്ഥാനം ഒന്നുമില്ല. ലിനി സിസ്റ്റർക്ക് എങ്ങനെയാണോ സൈഷയുടെ ഒരു പാർട്ണർ കൊടുക്കേണ്ട സ്നേഹം കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് എനിക്കും തരിക. കാരണം അവരുടെ അതേ പാർട്ണർ തന്നെയായിട്ടാണ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് സെക്കൻഡ് അല്ലേ, ഇത് അങ്ങോട്ടേക്ക് വരിക, അല്ലെങ്കിൽ ഹോം നേഴ്സ് വന്ന പോലെ മക്കളെ നോക്കാൻ ആ രീതിയിലേക്ക് നമ്മൾ കണ്ടില്ല. അത് ഈ ആൾക്കാരാണ് ഉണ്ടാക്കിയത്. ഇത് മക്കളെ നോക്കാൻ വന്നല്ലേ, മക്കളെ നോക്കാൻ എന്ന് പറഞ്ഞിട്ട് അവൻ അതാ സൂഹിക്കുന്ന എന്നൊക്കെയാ പറയാ. അങ്ങനെയാണ് നമുക്ക് ഒരു ഹോം നേഴ്സിനെ വെച്ചാ പോരെ, കല്യാണം കഴിക്കണ്ടല്ലോ. അപ്പൊ സൈഷേടൻ പറഞ്ഞൊരൊറ്റ വാക്കാണിത്. ഞാനും അങ്ങനെ തന്നെ, എൻ്റെ പാർട്ണർ ഓൾറെഡി നമ്മൾ കല്യാണം കഴിച്ചാണ്. അപ്പോൾ എൻ്റെ പാർട്ണർ കൊടുക്കേണ്ട അതേ സ്നേഹം, ഞാൻ ഈ സ്നേഹം തന്നെയാണ് ഇപ്പൊ സജീഷറിന് കൊടുക്കുന്നത്. കാരണം പാർട്ണർ എപ്പം പാർട്ണറാ, അത് ഒന്നായാലും രണ്ടായാലും നമുക്ക് വരുന്ന പാർട്ണർ ആയിരിക്കില്ലേ. അപ്പൊ അങ്ങനെ തന്നെ സജീഷറിനോട് പറഞ്ഞേ, ലിനിക്ക് എങ്ങനെ ഞാൻ ലിനിനെ സ്നേഹിച്ചിരുന്നോ അതേ രീതിയിലാണ് ഞാൻ നിന്നെ സ്നേഹിക്കുക. അപ്പൊ അതിനെതിരെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. സജീഷറിന് അറിയാം. അത് ചില ആൾക്കാരെന്ന് പറഞ്ഞാല് ലിനിയാന്നൊരു ആ ഒരു വ്യക്തിയെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ആ രീതിയിലല്ല. ലിനിയായിട്ടുള്ള ലൈഫും കാര്യമൊക്കെ അവിടെ ഉണ്ട് എന്ന് വെച്ച് ഞങ്ങൾ ലിനിയെ കംപ്ലീറ്റ് മറന്നുപോയി ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നുള്ള പല ആൾക്കാരും പറയുന്നത്. അതിനോടൊന്നും എനിക്ക് മറുപടി പറയാനില്ല. ആ ലെറ്ററിൽ തന്നെ ഉണ്ടല്ലോ എന്താണെന്നുള്ള കാര്യം.
അപ്പം ഇപ്പൊ ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, ആ ലെറ്ററിലുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് വെച്ച് എങ്ങനെയായിരിക്കും പറയാ? കാരണം ഹാപ്പി ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരി ഹാപ്പിയാണ്, സിസ്റ്റർ ഹാപ്പി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ? അതില് പറഞ്ഞ വാചകങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് എന്റെ മനസ്സിൽ നന്നായിട്ടുള്ള തന്നെയാണ്. കാരണം മക്കളെ നന്നായിട്ട് നോക്കണം എന്നുള്ളതാണ് ഏറ്റവും ഉണ്ടാവുക അവർക്ക്. പിന്നെ സതീഷേറിന് ഒറ്റപ്പെട്ടു പോവരുത്. അതെ, അപ്പൊ ആ രണ്ട് കാര്യത്തിലും നമ്മളെ കാര്യത്തിൽ നമ്മൾ 100% നമ്മളെ മക്കളാ. ഞാൻ എപ്പം ഇവളോടാണ് നമ്മളെല്ലാം ഷെയർ ചെയ്യുക. ഇപ്പം കാരണം എന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ കുറച്ച് മെച്ചൂർഡായവളാണ്. അങ്ങനെ ഞങ്ങളില്ലാത്ത സമയത്തും എന്ത് ചെയ്യണം, ഈ ഇവരെ കെയർ ചെയ്യണം, നോക്കിക്കൊള്ളണം. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരിത് അതൊരിക്കലും വിട്ടുപോയിട്ട് ഇവിടെ ഇനി ഞാൻ എൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും ഇവരെ വേറൊരു രീതിയിൽ നമ്മൾ വിട്ടുകൊടുക്കാനൊന്നിനും നമ്മൾ തയ്യാറല്ല. ഇവരെ നമ്മളായിട്ട് വേണം. അതാണ് ലിനി സിസ്റ്റർ ഏറ്റവും വലിയ ഒരാഗ്രഹം. അതിന് അവർക്ക് ചെയ്യാൻ പറ്റാത്ത എനിക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ എനിക്ക് നോക്കാൻ പറ്റുന്ന രീതിയിൽ ആഗ്രഹത്തിനുള്ള രീതിയിൽ തന്നെ എല്ലാം നടന്നിട്ടുണ്ട്. പിന്നെ സതീഷേറിന് ഒറ്റപ്പെട്ടു പോകരുത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലും സതീഷേറിനെ നമുക്കാവുന്ന പോലെ നമ്മളെ രീതിയിൽ നമ്മൾ സ്നേഹിച്ചു കൊണ്ടുവന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ലിനി സിസ്റ്റർ അക്കാര്യത്തില് ഹാപ്പി ആയിരിക്കും. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും എന്താണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആ ഒരു സമയത്ത് അത്രയും സിസ്റ്റർ ചെയ്തൊരു വലിയ കാര്യമാണ്. ഒരാള് പോലും എത്രയൊക്കെ ഉണ്ടെന്ന് പറയാനും മടിക്കും. കാരണം സ്വന്തം ഫാമിലി മക്കളൊക്കെ നോക്കാണ്ട് ഇഷ്ടപ്പെട്ട ജോലിയിൽ അത്രയും ഡെഡിക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ പോയപ്പോ എപ്പോഴെങ്കിലും എതിർത്തിട്ടുണ്ടോ? മീൻസ് മക്കളുടെ കാര്യം മുന്നോട്ട് വെക്കുമ്പോ ഒരു കൺസേൺ ഉണ്ടാവും മക്കളെ കുറിച്ച്. അപ്പം എങ്ങനെയായിരുന്നു അതിന് പറഞ്ഞിട്ടുണ്ടോ? ലിനി സിസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ടോ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ജോലിയുടെ കാര്യത്തില് നമ്മൾ ഒരിക്കലും, കാരണം ഞാൻ ലിനിയുടെ കല്യാണം കഴിക്കുന്ന സമയത്ത് നേഴ്സായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജോലി അവൾ എത്രമാത്രം നല്ല രീതിയിൽ, ആദ്യം മകനുണ്ടായ സമയത്ത് അവള് എങ്ങനെയാണോ മക്കളെ എങ്ങനെ നോക്കാനുള്ള അതിന്റെ സമയം കണ്ടെത്തുന്നതും ജോലിക്ക് പോകുന്ന സമയം കണ്ടെത്തുന്നതും ഒക്കെ ആയിരുന്നു. അപ്പൊ അത് ആ ഒരു ലൈഫിൽ നമുക്കറിയാം എങ്ങനെ ടൈം എങ്ങനെ നോക്കണം എന്ന കാര്യം. ഒരിക്കലും ജോലി ഒരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല, എനിക്കും തോന്നിയിട്ടില്ല. ലിനിയുടെ ജോലി പലപ്പോഴും ഞാൻ നേഴ്സിംഗ് ജോലിയെ പറ്റി പലപ്പോഴും പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ആ രീതിയിൽ ആ ജോലിയെ വേറെ രീതിയിൽ കാണുന്ന ഒരു സമയമായിരുന്നു മുമ്പെയൊക്കെ. നേഴ്സിംഗ് പ്രൊഫഷനെ ഒരു വേറെ രീതിയിൽ കാണുന്നതായിരുന്നു. അല്ലെങ്കിൽ നേഴ്സസിനെ കഴിച്ചു കഴിഞ്ഞാൽ ലൈഫ് ശരിയാവില്ല, ആ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റം വന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു ലിനി മരണപ്പെട്ടതിന് ശേഷം. ഞാൻ മൊത്തത്തിൽ പറയുന്ന ഇവിടെ എനിക്ക് തോന്നുന്നു പലപ്പോഴും നിപ്പ വന്നതിന് ശേഷം നേഴ്സസിനോടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയത് അതിന് ശേഷമാണ്. അതിന് വലിയൊരു നിമിത്തം ശരിക്കും ലിനിയുടെ മരണത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ അത്രയും എന്താ പറയാ, സിസ്റ്റർ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മകളെ കിട്ടി അല്ലേ? ഇപ്പൊ പ്രതിഭ ചേച്ചിക്ക് ആണെങ്കിലും 2 ആൺമക്കളെ കിട്ടി. അപ്പം 3 മക്കളായിട്ട് ഹാപ്പി ആയിട്ട് പോവാണ്. ഇപ്പൊ ചാനലിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ലോകം അറിയുന്നുണ്ട്. സ്കൂളിൽ കൊണ്ട് അതിൽ ഒരുപാട് കമന്റ്സ് ഉണ്ടല്ലോ, സ്വന്തം മക്കളെ പോലെ നോക്കി മുന്നോട്ട്. അതൊക്കെ കാണുമ്പം ഒരമ്മയെന്ന നിലയിൽ ഇത്രത്തോളം ഹാപ്പി, പെട്ടെന്ന് കരയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേര്, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറയണേ, പെട്ടെന്ന് എന്താ പറയാ ഒരു അമ്മയിലേക്ക് 3 മക്കളെ നോക്കണമെന്ന ഒരു റെസ്പോൺസിബിലിറ്റി വന്ന സമയത്ത് ഒരു ചാനലിലൂടെ എല്ലാവരും അറിയാണ്. അപ്പം കുറെ പേര് അതിനെ ഏറ്റെടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? സന്തോഷമാണ്. കാരണം എന്താ വെച്ചാല് നമ്മള് പൊതുവെ ഞാൻ എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ എൻ്റെ അമ്മ ഒരു സെക്കൻഡ് മദറാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു ലൈഫ് കണ്ട് വളർന്ന ഒരാളാണ്. അതിന്റെ മുന്നിലുള്ള ചാനലിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവര് ആ ബ്രദറും അതിലുള്ള സിസ്റ്ററും ഒക്കെ തന്നെയാണ് എൻ്റെ സ്വന്തം. അപ്പൊ ഞാൻ അതിലൊരു വേർതിരിവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ആ രീതിയിൽ തന്നെ എൻ്റെ മക്കളും നാളെ നമ്മളില്ലാത്ത സമയത്ത് തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇവരെ നല്ല ഹാപ്പി. അപ്പൊ ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അമ്മ എന്നുള്ള നിലയിൽ അപ്പൊ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നു ശരിക്കും. അല്ലെ, മക്കള് പലപ്പോഴും നമ്മള് കല്യാണം കഴിക്കുന്നവരുള്ളൊരു പേടി എന്തായാലും ഇവരെ ശരിക്കും ഒരു അമ്മ എന്ന് വിളിപ്പിക്കാൻ പലപ്പോഴും ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരെപ്പോഴും ചിലപ്പം ചിറ്റമ്മ അല്ലെങ്കിൽ ആ രീതിയിലാണല്ലോ പറഞ്ഞ ആന്റി, ആ രീതിയിലാണ് കുട്ടികൾ. പക്ഷെ മക്കള് ചെറുപ്പമായതുകൊണ്ട് മാത്രമല്ല
അവർക്ക് നമ്മൾ അറിഞ്ഞു വിളിക്കുക എന്ന് പറയുമല്ലോ, അമ്മ എന്നുള്ള രീതിയിൽ അവരിപ്പോഴും എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഓടുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാലിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ അമ്മ എന്ന് വിളിച്ചിട്ട് ഓടിപ്പോകുന്നൊരു ആ ഒരു അതാണ്, അതിലാണ് ശരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് വിളിക്കുക എന്ന് പറയില്ല. അത് നേരിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര അധികം ആ ഒരു പ്രതിഭയോടാണെങ്കിലും ഈ ഒരു കുടുംബം ആ രീതിയിലേക്ക് മാറിയതിലൊരു സന്തോഷം വരുന്നതൊക്കെ അതുകൊണ്ടാണ്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പം മോക്കാണെങ്കിലും മോക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അമ്മേന്റെ അടുത്തില്ലെങ്കിൽ ഓടി വന്ന് എൻ്റെ അടുത്ത് പറയാനുള്ളൊരു ആ ഒരു ഇതുകൊണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മനസ്സിന്റെ സന്തോഷം അതൊരിക്കലും ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും അതാരും പറഞ്ഞാലിട്ട് വിശ്വസിക്കുകയില്ല. അതാണ് കാരണം അവർ ആ രീതിയിൽ അവരുടെ കാഴ്ചപ്പാട് അതായിരിക്കും. അതിൽ പിന്നെ നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റൂല. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ മൂന്നാളിൽ നല്ലോണം അഭിമാനിക്കുന്ന ഒരാളാട്ടോ. കാരണം ഈ ദേവുവിനെ കൊണ്ട് ഞാൻ ഇന്നും കൂടെ ഞാൻ ശരിക്കും പറയണേ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരുമായിട്ട് കൂടുന്ന ഒരാളല്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, നമ്മൾ വല്ലാതെ പെട്ടുവോ. കാരണം പുറത്തിരുന്നവർക്ക് പലതും പറയാം. നമ്മൾ വ്യത്യസ്ത ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ് ഇവിടെ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കണം ശരിക്കും. പക്ഷെ ഞങ്ങൾക്കൊരു റിസ്കിന് ഒരു ആവശ്യം വന്നിട്ടില്ല. അവൾ നന്നായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരും അങ്ങനെ തന്നെ. ഇവര് നോർമലി ഇപ്പോൾ സൈഷേട്ടൻ പറഞ്ഞ പോലെ ഇവര് തമ്മിൽ തല്ലിൽ അടി കൂടുമ്പോൾ അധികം അമ്മയെന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ ഇവര് പറഞ്ഞാൽ അങ്ങനെ വിളിക്കണമെങ്കിൽ അവർ ജനിച്ചപ്പോഴേ അമ്മയെന്ന് വിളിച്ച ഒരാളായിരിക്കണം. അതൊന്നും അല്ലാതെ പോലും അത്ര അതോട് കൂടിയിട്ട് നമ്മളെ അടുത്തേക്ക് അധികവും തമ്മിൽ അടി കൂടുമ്പോൾ ഓടി വരും. അമ്മയെ ഇവനെങ്ങനെ ആക്കുന്നത്, അമ്മയെ കുഞ്ഞു ഇങ്ങനെ ആക്കുന്നത് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കും എത്രയോ ഒരു ഭാഗ്യം ചെയ്ത് തന്നെയാണ്. കാരണം ഇവരിങ്ങനെ ഇതായി നിന്ന് എല്ലാം ദൈവത്തിന്റെ നിമിത്തമായിരിക്കും. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ മൂന്നാളെയും ഞങ്ങൾക്ക് ഒത്ത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റൂല. അല്ലെ എന്തായാലും തെറ്റിപ്പിരിയും, 100% ഉറപ്പാണ് നമ്മൾ തെറ്റിപ്പിരിയും എന്നുള്ള കാര്യം. ഇപ്പം കുഞ്ഞുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സിദ്ധു ഭയങ്കര ചെറുതാ. അവൻ പോലും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലായി. അപ്പം എപ്പോഴെങ്കിലും ഇപ്പൊ ലിൻ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ മക്കളെ ഇങ്ങനെ ആക്കണം ഇങ്ങനെയൊക്കെ ഒരാഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവരുടെ അംബിഷൻസ് എങ്ങനെ ആക്കൊണ്ട് ഒരു പാരന്റ്സ് എന്ന രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? ആഗ്രഹം എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ കുട്ടികൾ ആ സമയത്ത് വളരെ ചെറുതായിരുന്നല്ലോ. ഒന്ന് കുഞ്ഞിന് 1 വയസ്സായ സമയത്താണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാല് എന്തായാലും ശരിക്കും ജോലി ചെയ്യണം എന്നുള്ളൊരു മൈൻഡുള്ള ഒരാളായിരുന്നു ലിനി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജോലിയിൽ എത്തിപ്പെടാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഫിനാൻഷ്യലാണെങ്കിലും എല്ലാ കാര്യത്തിലാണ്. അപ്പൊ അന്നൊക്കെ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മളെ മക്കൾക്ക് ഒരിക്കലും നമ്മൾ അനുഭവിച്ച ആ ഒരു വേദന ഉണ്ടാവരുത് എന്നുള്ള രീതിയിലായിരുന്നു ചിന്തിച്ചത് എന്നും. അതായത് കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതേപോലെ തന്നെയാണ്. ഞാനുമാണെങ്കിലും സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടി പഠിക്കാനും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിനിയുടെ കേസിലും ഒക്കെ ഉണ്ടായിരുന്നു. പഠിക്കാനും വളരെയധികം കഷ്ടപ്പെട്ടൊക്കെയാണ് നേഴ്സിംഗിലൊക്കെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അന്നേരം ആ സമയത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതാണ് അത് ഇന്നേ എത്തണം എന്നുള്ള രീതിയിലൊന്നും നമ്മളങ്ങനെ ആഗ്രഹമൊന്നും പറഞ്ഞില്ല. പക്ഷെ മക്കൾ ഒരിക്കലും നല്ല രീതിയിൽ പഠിക്കണം. ആ പഠിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. അവരൊരിക്കലും ബുദ്ധിമുട്ടി പഠിക്കാന്നുള്ള രീതിയിൽ എത്തരുത്. അതായിരുന്നു അവരുടെ ഒരു ആഗ്രഹം. അത് നല്ല രീതിയിൽ ലിനി തന്നെ അത് സാധ്യമാക്കി തന്നു തന്നെയാണ് നമുക്ക് പറയാം. അപ്പം അത് ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പ്രതിഭയുടെ കൂടെ തന്നെ അത് നടത്തുന്നതാണ്. ആവണമെന്ന് ആഗ്രഹം. അപ്പം പൈലറ്റായി വരോ? അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും അല്ലേ? അപ്പം അതെ, രണ്ടുപേരും ഒരാൾ ഡോക്ടർ ആവണം എന്നല്ലേ, പറഞ്ഞേ? ഡോക്ടർ ആയി കാണണം. ഒരാൾ പൈലറ്റും ആവണം. പിന്നെ നമ്മള് ഫ്യൂച്ചറിലെ നഴ്സിംഗൊക്കെയാണ് കേട്ടോ. സിസ്റ്ററിനെ പോലെ നല്ല അത്രയും ഡെഡിക്കേഷൻ ആയിട്ടുള്ള ഒരു സിസ്റ്ററായിട്ട് മാറണം ദേവു. കാരണം ഈ ഒരു ഫാമിലിയിലെ പ്രതീക്ഷകളാണ് നിങ്ങൾ ഇത്രയും പേരും. പിന്നെ ഇനി ഒരാളും കൂടി വരാനുണ്ടാവും. അവനിങ്ങനെ ആലോചിക്കേ എന്ന രീതിയിൽ. അപ്പം രണ്ടുപേരോട് എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. നിങ്ങളൊക്കെ അതിനെ മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം എനിക്കിനി അത് പറഞ്ഞു തരേണ്ട ആ കാര്യമില്ല. പക്ഷെ നമ്മൾ എന്നും മനസ്സിൽ കൊണ്ട് നിൽക്കുന്ന സിസ്റ്റർ ലിനി സിസ്റ്റർ. കാരണം ഈ ഒരു വീട്ടിൽ നമുക്ക് ആ ഒരു പ്രസൻസ് ഉണ്ടാവും എന്നല്ല ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ മക്കളെ ചേർത്ത് പിടിച്ച് ഇനിയും മുന്നോട്ട് പോകട്ടെ. യൂട്യൂബിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാന്ന് എല്ലാവരോടും പറയണേ. സ്കൂളിലൊക്കെ പോയി പറയാറുണ്ടോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന്? ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂട്യൂബിലൊക്കെ കാണണം നമുക്ക് ഇനിയും. അപ്പൊ ഈ മക്കളെ ഇനിയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.